നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തുടനീളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ കോലാഹലങ്ങൾ സൃഷ്ടിച്ച കോൺഗ്രസിന്റെ കേരള ഘടകം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കി കേരളത്തിൽ CPM-നൊപ്പം മത്സരിച്ച് CA എതിർക്കുകയും സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്ത കോൺഗ്രസിനി കേരളത്തിൽ എന്തു പറയും ഈ വിഷയത്തിലെന്നാണ് അറിയേണ്ടത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇന്നലെ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി ഒരു വാക്ക് പോലും പറയുന്നില്ല. കശ്മീർ സംസ്ഥാനത്തിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നല്ലാതെ ജോഡോ യാത്രയിൽ രാഹുൽ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരുമെന്നതോ അതിനെപ്പറ്റിയും ഒരു പരാമർശവും കോൺഗ്രസിനില്ല. ഇതിലൂടെ മറനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണോ? ഇതാണ് ഇന്നത്തെ ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നത്. അതിഥിയായി BJP പ്രതിയായി അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഒപ്പം അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസിൽ നിന്നൊപ്പം ഡോക്ടർ B. ജയരാജ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഈ ചർച്ചന് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അഡ്വക്കേറ്റ് ജയസൂര്യൻ എന്നാണ്. സാർ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് 2019 മുതൽ കേരളത്തിലുടനീളം കോൺഗ്രസ് നടത്തിയ ചില പ്രചരണങ്ങളുണ്ടായിരുന്നു. നിയമസഭയിൽ CPM-നൊപ്പം ചേർന്ന് കോൺഗ്രസ് പാസ്സാക്കിയതും ഈ CA വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായ പ്രമേയമായിരുന്നു. അങ്ങനെ കേരളത്തിലൊരു മത്സരം ഉണ്ടായിരുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ CA എതിർക്കുന്നതെന്ന് കോൺഗ്രസും CPM ഒക്കെ തമ്മിൽ. ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പുറത്തിറക്കിയ പ്രകടന പത്രിക, അതായത് തങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ നടത്താൻ പോകുമെന്ന ഒരു പാർട്ടി പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രികയിൽ CA പറ്റി ഒരു അക്ഷരം ഇടുന്നില്ല. ഇനിയിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എന്തു പറയും? ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. ഈ വിഷയത്തിൽ BJP-യുടെ നിലപാടെന്താണ്? ഈ വിഷയം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള കള്ളത്തരം വ്യക്തമാക്കുന്ന, ഡബിൾ സ്റ്റാൻഡ് വ്യക്തമാക്കുന്ന ഒരു രേഖയായി മാറുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എതിർക്കുകയും പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ചെയ്ത, അതായത് നിയമസഭയ്ക്കകത്തും പുറത്തും പാർലമെന്റിനകത്തും പുറത്തും രാജ്യമൊട്ടാകെ പൗരത്വ ഭേദഗതി നിയമം CAA-ക്കെതിരായി കോൺഗ്രസ് വലിയ പ്രക്ഷോഭങ്ങളാണ് ചെയ്തത്. ആ സമയത്ത് കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങൾ ആത്മാർത്ഥമല്ല എന്ന് ഈ പ്രകടന പത്രിക തെളിയിക്കുകയാണ്. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്വന്തം പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കാനുള്ള സത്യസന്ധതയും ആർജവവും ധൈര്യവും കോൺഗ്രസ് പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. ഇത് കേവലം ഒരു നോട്ടപ്പിശകല്ല, കൈപ്പിഴയല്ല. കാരണം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ അക്കാര്യം മിണ്ടുന്നതേയില്ല. ഏക സിവിൽ കോഡിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് പ്രകടന പത്രികയിൽ ആ കാര്യം പറയുന്നില്ല. കള്ളപ്പണ നിരോധന നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസ് ഉയർത്തിയതാണ്. പക്ഷേ അതും ഇവിടെ പറയുന്നില്ല. ED-യുടെ ദുരുപയോഗം വലിയ ആരോപണമായിട്ട് കൊണ്ടുവരികയും അതിനെ വളരെ ശക്തമായിട്ട് ചെറുക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത കോൺഗ്രസ് അതും ഈ പ്രകടന പത്രികയിൽ പറയുന്നില്ല. എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രക്ഷോഭ രംഗത്ത് ഉയർത്തി കാണിക്കുകയും പാർലമെന്റിനകത്തും അതുപോലെ സംസ്ഥാന നിയമസഭകൾക്കകത്തും പുറത്തും ജനമധ്യത്തിലും ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതായ കോർ ഇഷ്യൂസ് കോൺഗ്രസ് തന്നെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രകടന പത്രിക വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വളരെ വ്യക്തമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു രേഖയായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക വളരെ വലിയൊരു ശക്തമായ തെളിവായി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് ജനങ്ങൾ ഇത് വിലയിരുത്തും. ജനങ്ങളോട് പറയുന്നതൊന്ന്, പ്രക്ഷോഭം ഉയർത്തുന്ന സമയത്ത് പറയുന്നതൊന്ന്, എന്നാൽ അത് നടപ്പാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാനുള്ള സത്യസന്ധത വേണ്ടേ? ആ ഒരു ആർജവം വേണ്ടേ? പക്ഷെ അതിന് അടിസ്ഥാനപരമായ ധൈര്യം വേണം. അപ്പോൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം കേവലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. അത് ആർജവത്തോടു കൂടി പ്രഖ്യാപിക്കേണ്ട അടിസ്ഥാന രേഖയായിട്ടുള്ള പ്രകടന പത്രികയിൽ ആ കാര്യങ്ങളെല്ലാം വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നില്ല, പ്രതിജ്ഞാബദ്ധതയില്ല, ആത്മാർത്ഥതയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങളെയും ഇത്ര രീതിയിൽ ആത്മവഞ്ചന ചെയ്യുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഇവിടെ വഞ്ചിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ തന്നെയാണ്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളെ തന്നെയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അല്ല, ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിയ ആശയങ്ങളും ആദർശങ്ങളുമല്ല, പ്രക്ഷോഭങ്ങളുടെ പിന്നിലുള്ള ചേതോവികാരത്തെ അല്ല, സ്വന്തം നിലനിൽപ്പിനെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രകടന പത്രികയിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ജനങ്ങൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഒരു പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിൽ പാർട്ടി ഇതുവരെ നിലകൊണ്ട ആശയങ്ങൾക്കും അതുപോലെ മുന്നോട്ട് വെച്ച
പ്രധാനപ്പെട്ട കോർ ഇഷ്യൂസിനും യാതൊരു വാല്യവും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വയം വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ ഇന്നലെ വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്ത നേതാക്കന്മാർ ഇതെല്ലാം വിഴുങ്ങിയിരിക്കുന്നു, ഇതെല്ലാം ഒളിപ്പിച്ചിരിക്കുന്നു, ഇതെല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം. അതായത് പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് BJP-യെ എതിർക്കുന്നത്? എങ്ങനെയാണ് NDA-ക്കെതിരെ പോരാടുന്നത്? ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ നയം മാത്രമാണ് കോൺഗ്രസിനുള്ളത്. പ്രീണിപ്പിക്കുക. എവിടെ 10 വോട്ട് കിട്ടുമോ അതിനനുകൂലമായിട്ട് നിൽക്കുക, എവിടെ വോട്ട് കിട്ടുകയില്ലയോ അതിന് അനുകൂലമായി നിൽക്കുകയില്ല. ഇതല്ലേ നമ്മൾ വയനാട്ടിൽ കണ്ടത്. വയനാട്ടിൽ പച്ചക്കൊടി വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ പലതും വേണ്ട എന്ന് തീരുമാനിച്ച് വിഡ്രോ ചെയ്യുന്ന, സ്വയം പരിഹാസ്യമാകുന്ന, പരാജയം സ്വയം വരിക്കുന്ന ഒരു പാർട്ടിയായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. യെസ്, ശ്രീ വസന്ത്, ഒരു പാർട്ടി അധികാരത്തിലെത്തിയാൽ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം നടത്തിയ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണെങ്കിൽ ആ നയങ്ങൾ പിൻവലിക്കുന്ന തരത്തിലേക്ക് തങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് പറയേണ്ട, അല്ലെങ്കിൽ തങ്ങൾ എന്തൊക്കെയാണോ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതി നിങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത്? അല്ല, ഒന്നെങ്കിൽ BJP പ്രതിനിധിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിച്ചിട്ടില്ല. നോക്കൂ, CAA-ക്കെതിരായി വളരെ കൃത്യമായി CA എന്ന സ്പെസിഫിക് വേർഡ് എടുത്തു തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയണം. എന്തിനാണ് BJP-ക്ക് ഇത്രമാത്രം ആത്മരോഷം? നിങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് CA. നിങ്ങൾ നടപ്പിലാക്കി, ഞങ്ങളത് എടുത്തു കളയുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് എന്തു പറയുമെന്ന് BJP എന്തിനാണ് ആവലാതപ്പെടുന്നത്? നോക്കൂ, ഇതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. എന്റെ കയ്യിലുള്ള കോൺഗ്രസ് പ്രകടന പത്രികയാണ് എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ 9ാമത്തെ പേജിൽ 3ാമത്തെ ഷെഡ്യൂളിൽ വളരെ കൃത്യമായി പറയുന്നു. 1ാമത്തെ പോയിന്റാണ്, വി വിൽ റെസ്പെക്ട് ആൻഡ് അപ്ഹോൾഡ് the fundamental rights to practice one's faith and rights guaranteed to religious minorities under Article 15, 16, 25 till 29, and also respect and uphold the rights of linguistic minorities guaranteed under 15, 16, 29 and 13 of the Constitution. Article 15 എന്ന് പറയുന്നത് റിലീജിയന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. CAA പറ്റി കോൺഗ്രസിന്റെ വിവക്ഷ എന്താണ്? കോൺഗ്രസിന്റെ വിവക്ഷ അതിൽ വളരെ കൃത്യമായ റിലീജിയസ് ആയിട്ട് പൗരത്വത്തെ നിർണ്ണയിക്കുന്നു. അങ്ങനെ റിലീജിയസ് ആയി പൗരത്വത്തെ നിർണ്ണയിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണെന്നും അത് ആർട്ടിക്കിൾ 15 നഗ്നമായ ലംഘനമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആരോപണം. അമിത്ഷാ ഗുജറാത്തിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ. CAA-യുമായി ബന്ധപ്പെട്ട നിയമം വരുന്നതിന് തൊട്ട് മുമ്പ് അമിത്ഷായുടെ ഒരു പ്രസംഗമുണ്ട്. ക്രൊണോളജി സാംജിയെ എന്നാണ് അമിത്ഷാ പറയുന്നത്. ക്രൊണോളജി നോക്കണം. CAA-യിൽ തുടങ്ങി NCR-ലൂടെ NPR-ൽ വന്ന് നിൽക്കുന്ന പരിപാടിയാണിത് എന്ന് അമിത്ഷാ കൃത്യമായി പറയുന്നുണ്ട്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നോക്കൂ, ഈ പോയിന്റ് മതി. ഇതിന് ആർട്ടിക്കിൾ 15-മായി ബന്ധപ്പെട്ട് അതിന് അതിലംഘനം ഉണ്ടാക്കുന്ന രീതിയിൽ, അതിനെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിയമം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യപ്പെടും എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത്. അല്ലാതെ CAA എന്ന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ NCR പറയണ്ടേ, NPR പറയണ്ടേ, ഇതൊക്കെ പറയണം. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഈ CAA എന്ന് നേരിട്ട് പറയാനൊരു മടി, ശ്രീ വസന്ത്? എന്താണ് ശ്രീ, എന്തുകൊണ്ട് CAA എന്ന് നേരിട്ട് പറഞ്ഞു? നിങ്ങൾ ഈ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു, പാർലമെന്റിനുള്ളിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു, കേരളത്തിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുന്നു, പിന്നെ എന്തുകൊണ്ട് നേരിട്ട് പറഞ്ഞുകൂടാ CAA ആണ് ഞങ്ങൾ റദ്ദാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് വലിയൊരു കരിനിയമമാണ് എന്ന് നേരിട്ട് പറയാൻ എന്താ മടി? CAA എന്ന് പറഞ്ഞാൽ പോരല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അമിത്ഷായുടെ പ്രസംഗം കൃത്യമല്ലേ. ക്രൊണോളജി സാംജിയെ ഉല്ലാസ്, ക്രൊണോളജി സാംജിയെ. CAA മാത്രമല്ലല്ലോ, NCR ഉണ്ട്, NPR ഉണ്ട്. ഇങ്ങനെ ഓരോ പദ്ധതിയുടെ പേരെടുത്ത് പറയുന്നതിലും എത്രയും നല്ലതാണ്. ഒറ്റ പോയിന്റിൽ വളരെ കൃത്യമായി ആർട്ടിക്കിൾ 15 ടു ആർട്ടിക്കിൾ 13, 16, 25, 26, 28 and 29 BJP പ്രതിനിധിയും അഭിഭാഷകനാണല്ലോ. അപ്പൊ ഈ ആർട്ടിക്കിളുകൾ അത് നശിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ നിയമങ്ങളും എടുത്തു കളയുമെന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. രണ്ടാമതായി ഈ പോർഷനിലല്ല, മെയിൻ പോർഷനിൽ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ്, അതായത് NDA ഗവൺമെന്റ് 2014-ലും 2019-ലും വന്ന 1ഉം 2ഉം നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന രാജ്യത്തിന് അഭിലഷണീയമല്ലാത്ത എല്ലാ നിയമങ്ങളും എല്ലാം തിരിച്ചു വിളിക്കപ്പെടും എന്ന് വളരെ കൃത്യമായി പറഞ്ഞില്ല. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. CAA രാജ്യത്തിന് ചേരുന്ന നിയമമല്ല, രാജ്യത്തിന് ആവശ്യമുള്ള നിയമമല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലംഘനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും അത് പറഞ്ഞിട്ടുമുണ്ട്. രാജ്യത്ത് CAA അടക്കം
പൗരത്വ നിയമം അടക്കം, യൂണിഫോം സിവിൽ കോഡ് അടക്കം വിവിധ വിഷയങ്ങളിൽ അത് രാജ്യത്തിന് ഉതകുന്നതാണോ അല്ലയോ എന്ന് അതാത് സമയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ എല്ലാം കൂടെ എല്ലാ നിയമത്തിന്റെ പേരെടുത്ത് എഴുതണം എന്ന് വരില്ലല്ലോ. ഒറ്റ പോയിന്റിലാണ് പറയുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന രാജ്യത്തിന് ഗുണകരമല്ലാത്ത, രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർത്തു കളയുന്ന, ഈ രാജ്യത്തിന്റെ സെക്യുലർ സ്റ്റേറ്റസിനെ നശിപ്പിക്കുന്ന നിയമങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് CAA എടുത്ത് എഴുതണം, NCR എന്ന് എഴുതണം, NPR എന്ന് എഴുതണം, യൂണിഫോം സിവിൽ കോഡ് എന്ന് എഴുതണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ BJPക്ക് എന്താണ് ഇതിൽ ഇത്രമാത്രം ബുദ്ധിമുട്ട്? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഈ രാജ്യത്ത് നേരിടുന്ന എത്രയോ പേരുണ്ട്. NCRBയുടെ കണക്ക് പ്രകാരം അത് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിൽ എന്താണ് BJP ഒന്ന് പറയാത്തത് എന്ന് ഞങ്ങൾ നാളെ ചോദിച്ചാൽ, അല്ലെങ്കിൽ BJPയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്നതെല്ലാം വരണം, ഞങ്ങൾ പറയുന്ന ഭാഷയിൽ വരണം. ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ ആശയം ഇതല്ലായിരുന്നോ, അതെന്തുകൊണ്ടാണ് പ്രകടന പത്രികയിൽ വരാത്തത് എന്ന് ചോദിക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്ന ഭാഷയിൽ നിങ്ങൾ അത് എഴുതി വെക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അതുകൊണ്ട് രാജ്യത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നവർക്കും ഉറക്കം നടിക്കാത്തവർക്കും, ഉറങ്ങുന്നവരെ വിളിച്ചേൽപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഉറക്കം നടിക്കാത്തവർക്കും വളരെ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ, ഈ രാജ്യത്തെ വോട്ടർമാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, സാമാന്യ വിദ്യാഭ്യാസമുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായി മെയിൻ പോർഷനിലും ഞാൻ വായിച്ച 9ാമത്തെ പേജിലെ 4ാമത്തെ പോർഷനിലും കൃത്യമായി കോൺഗ്രസ് പറയുന്നുണ്ട്, ഈ രാജ്യത്ത് BJP കൊണ്ടുവന്ന രാജ്യത്തിന് ഉതകുന്നതല്ലാത്ത, രാജ്യത്തിന്റെ സെക്യുലർ സ്റ്റേറ്റസിനെ തകർത്തു കളയുന്ന, ആർട്ടിക്കിൾ 15 തകർത്തു കളയുന്ന എല്ലാ നിയമങ്ങളും തിരിച്ചു വിളിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് മാത്രം മതി എന്നുള്ളതാണ് ഞങ്ങൾ. ശ്രീ ഡോക്ടർ B. ജയരാജ്, ഇന്നുമായി മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഈ CA വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ്, അവർ ഒളിച്ചു കളിക്കുന്നു, ഇതിൽ കൃത്യമായ നിലപാട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ. എന്നാൽ ഇപ്പോൾ ശ്രീ വസന്ത് പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഇത് അത്തരത്തിലല്ല, അത് ഞങ്ങൾ എല്ലാം കൂടെ ഒറ്റ വരിയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാം കൂടെ വിശദമായി പറയാത്തത്. എന്നാൽ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് CPI ഒരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു, ഇന്നലെ CPM ഇന്നലെ പ്രകടന പത്രിക ഇറക്കി. ഇതിൽ രണ്ടിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ CA പിൻവലിക്കും, അവിടെ കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കും, അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. CPM അധികാരത്തിലെത്തിയാൽ നടത്താൻ പോകുന്നു, CPI അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പൗരത്വ നിയമ ഭേദഗതി നിയമം പാടെ റദ്ദാക്കും, ഒപ്പം കള്ളപ്പണ നിരോധന നിയമം അത് കരിനിയമമാണെന്നൊക്കെ റദ്ദാക്കും. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിലപാട് എന്തായാലും വസന്തു പറഞ്ഞതിനോട് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM ഒന്ന് യോജിക്കുന്നു എന്ന് ഞാൻ കരുതില്ല. കാരണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും CPM ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞത് കോൺഗ്രസ് ഇരട്ടത്താപ്പ് ഉണ്ടെന്നാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിനകത്ത് വസന്ത് തെങ്ങുംപള്ളി വളരെ കഷ്ടപ്പെട്ട് ഈ 9ാമത്തെ പേജിലെ 15ാമത്തെ വരിയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഈ സാധാരണ കാർട്ടൂണുകളിലും ട്രോളിലും ഒക്കെ ഞാനത് സീരിയസ് ചർച്ച ആയതുകൊണ്ട് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടാവുകയെ എന്നുള്ളൊരു വാക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർഷാവർഷം ഈ ചിന്തൻ ശിബിരും മറ്റു കാര്യങ്ങളൊക്കെ കൂടുമായിരുന്നു. അതിനകത്ത് 2020 എന്നുള്ള നേതാക്കന്മാരെല്ലാം കൊഴിഞ്ഞു പോക്ക് നടത്തി. ചരിത്രപരമായിട്ട് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പലവിധ ഗ്രൂപ്പുകൾ ചേർന്ന ഒരു കൂട്ടം ആളുകളാണ് കോൺഗ്രസ്. അവർക്കൊരു അഭിപ്രായം സമന്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചിന്തൻ ശിബിരുകളും ചിന്തൻ കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ്സിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു തിങ്ക് ടാങ്ക് ഉണ്ടായിരുന്നു. ആ തിങ്ക് ടാങ്കിൽ നിന്നെല്ലാം ആളുകൾ കൊഴിഞ്ഞു പോവുകയും അത്തരം കാതലായ ഡിസ്കഷൻസ് ഒന്നും നടക്കാതാവുകയും ചെയ്യുമ്പോഴാണ് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഉദാഹരണത്തിന് രാമക്ഷേത്രത്തിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അവിടെ പോകണോ വേണ്ടയോ, അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണോ വേണ്ടയോ, ഇഷ്ടമുള്ളവർക്ക് പോകാം പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സംശയങ്ങൾ എത്രയോ ദിവസങ്ങൾ 10-28 ദിവസം കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് ഒരു തീരുമാനത്തിൽ തന്നെ എടുത്തത്. വിശ്വാസികൾ പോകട്ടെ, അല്ലാത്തവർ പോകണ്ട, എന്തായാലും അതിനെ ന്യായീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഴകുഴമ്പൻ നയമാണ് അതിൻ്റെ പേരിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് CAA എടുത്തിട്ട് കഴിഞ്ഞാൽ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഇത് ബാക്ക്ഫയർ ചെയ്യുമോ, കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട് ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതിനെ CAA BJPയുടെ പ്രൊപ്പഗണ്ട മെഷീനെതിരെ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ്സിന് പലപ്പോഴും കഴിയാറില്ല. അത് വാസ്തവം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പം അവിടെ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ പാറിയപ്പോൾ അത് പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് പറഞ്ഞ് കൊണ്ടുപിടിച്ച പ്രചരണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നടങ്കം നടത്തിയത്. അപ്പോൾ ഇത്തരം പ്രൊപ്പഗണ്ട മെഷീനെതിരെ നിൽക്കാനായിട്ട് കോൺഗ്രസ്സിന് തിങ്ക് ടാങ്കില്ല, കോൺഗ്രസ്സിന് അങ്ങനെ അനുസരിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീനറി ഇല്ല. ഈ മെഷീനറിയുടെ കാര്യത്തിലും ഈ പുതിയ, അതായത് അന്നൊക്കെ അനിൽ ആൻ്റണിയൊക്കെ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ ഹെഡായിരുന്നു. ഇപ്പോൾ അനിൽ ആൻ്റണിയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ആളിലേക്ക് വന്നു. അനിൽ ആൻ്റണി, ടോം വടക്കൻ പോലെല്ലാം BJPയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഇത്തരം ആളുകളാണ് അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ദുര്യോഗം.
അതിനു മുമ്പ് തന്നെ BJP അധികാരത്തിൽ വരുന്നതിന് ഇത്തരത്തിലുള്ള ഒരു ഇമേജ്, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എത്രയോ കോടി രൂപ മുടക്കി എത്രയോ നാളുകളായിട്ട് അതെല്ലാം സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. അത് പറയാതിരിക്കാൻ വയ്യ. ഇത്രയധികം വേട്ടയാടപ്പെട്ട, ഇത്രയധികം ഈ കളിയാക്കപ്പെട്ട, ഇത്രയധികം ട്രോളിയിട്ടുള്ള ഒരു നേതാവ് ഒരു യുവ നേതാവ് കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. വർഷങ്ങളോളമാണ് വേട്ടയാടി, നിരന്തരമായ വേട്ടയാടലായിരുന്നു. പപ്പു എന്നും പറഞ്ഞു മറ്റേതൊക്കെ. ഇപ്പൊ എന്തായാലും അത്തരം വാക്കുകളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഈ ജോഡോ യാത്ര കഴിഞ്ഞപ്പോഴൊക്കെ ശരിക്കും പേടിക്കുകയുണ്ടായി. രണ്ടാമത്തെ ജോഡോ യാത്ര ആയപ്പോഴത്തെ ശരിക്കും പേടിച്ചു. അതിനുശേഷം പിന്നെ ഓപ്പോസിഷൻ പാർട്ടികളുടെ എല്ലാ സ്ഥലങ്ങളിലും മറ്റ് മെഷീനറീസ് ഉപയോഗിച്ച് ഭീതിപ്പെടുത്താനുള്ള ശ്രമം നടത്തി. 400-ൽ നിന്ന് 320 320-ൽ നിന്ന് 280 അങ്ങനെ അവരുടെ ക്ലെയിംസും മോഡി ഗ്യാരണ്ടി എല്ലാം പൊളിഞ്ഞു വീഴുന്ന അവസരത്തിലാണ് ഒരു ബെയ്റ്റ് എടുത്തിടുന്നത് CAA എന്ന് പറയുന്നത്. പക്ഷേ ആ CAA എന്ന് പറഞ്ഞൊരു ബെയ്റ്റിനകത്ത് കോൺഗ്രസ് കൊത്താൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ. അത് വാസ്തവം തന്നെയാണ്. പക്ഷെ കേരളത്തിൽ അത് പറയുമ്പം കേരളത്തിൽ കൃത്യമായിട്ട് തന്നെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ഒരുമിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് CAA-ക്കെതിരെ. അപ്പോൾ CAA-ക്കെതിരെയുള്ള സമരത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു എതിരഭിപ്രായം എനിക്കില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമെന്ന് ഭയന്നത് കൊണ്ടാവണം കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എടുത്തതെന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കുക. ഞാനൊരു ഇടത് പ്രതിനിധി എന്നുള്ള രീതിയിലല്ല ഇത് പറയുന്നത്, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിലാണ്. പിന്നെ എല്ലാ നിയമങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ലെങ്കിലും ഇത്തരം കരിനിയമങ്ങൾക്കെതിരെ പ്രകടന പത്രിക, പിന്നെ പ്രകടന പത്രികയെക്കുറിച്ച് പറയാൻ BJPക്ക് വലിയ ഇതൊന്നുമില്ല. കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചത് അതൊക്കെ തമാശയല്ലേ എന്ന് പറഞ്ഞത് BJPയുടെ ഒരു കേരളത്തിലെ മുതിർന്ന ഒരു നേതാവാണ്. അത് ഇടയ്ക്ക് ഈ വാചകമേള അങ്ങനെയൊക്കെയുള്ള കോളത്തിനകത്ത് ആ സെൻറ്റൻസ് വീണ്ടും റിപ്പീറ്റഡ്ലി ഇപ്പോൾ അതൊക്കെ വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആരാണെന്നോ ഏതാണെന്നോ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു വ്യവസ്ഥ. അപ്പോൾ പ്രകടന പത്രികയെ സീരിയസ് ആയിട്ട് എടുക്കണോ? CAA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? പ്രധാനപ്പെട്ട ഇഷ്യൂ ഇന്ത്യ നേരിടുന്നത് കർഷക സമരങ്ങളാണ്, കർഷക ആത്മഹത്യയാണ്, തൊഴിലില്ലായ്മയാണ്, പണപ്പെരുപ്പമാണ്. ഇത്തരം ഏജൻസികളെ വെച്ചിട്ട് ഓപ്പോസിഷൻ പാർട്ടീസ് ഭരിക്കുന്നിടത്തെല്ലാം വേട്ടയാടലാണ്, ഇതെല്ലാമാണ്. മണിപ്പൂർ പോലുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെയാണ് ഇലക്ഷന് ചർച്ചയാവേണ്ടുന്നത്. പൊതുജനം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. പാചകവാതകത്തിന് വില കൂടുന്നത്, ഇന്ധന വില വർധനവ്, അതിനെ തുടർന്ന് സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളുടെ ഗ്രാൻറ്റുകൾ, ഓപ്പോസിഷൻ സംസ്ഥാനങ്ങളുടെ ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നത്, GST സംബന്ധിച്ച വിഷയങ്ങൾ, ഇതൊക്കെയാണ് ചർച്ചയാവേണ്ടുന്നത്. പക്ഷേ അതിന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ഡിവൈസീവ് പൊളിറ്റിക്സ് ആണ്. ഇന്നലെ തന്നെ നമുക്ക് നോക്കി യാതൊരു കാരണമില്ലാതെ കേരള ഫയൽസ് എടുത്ത് കേരള സ്റ്റോറി എടുത്ത് ഇന്നലെ ദൂരദർശനിലൂടെ ടെലികാസ്റ്റ് ചെയ്തു. എല്ലാവരും ഓപ്പോസ് ചെയ്തെങ്കിൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്തു. അത് ഇവിടെ വന്നപ്പം വളരെ ലൂക്വാം റെസ്പോൺസ് എന്നൊക്കെ പറയുന്ന ഒരു റെസ്പോൺസ് ഒന്ന് തള്ളിയ ഒരു സിനിമയാണ്. ആ സിനിമ എന്നിട്ട് ദൂരദർശൻ എന്തിനാണ് ഈ ഇലക്ഷൻ്റെ സമയത്ത് അൺടൈംലി ആയിട്ട് അത് ടെലികാസ്റ്റ് ചെയ്തത്? അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാത്തിനും വേണ്ടേ? രാം കെ നാം, ആനന്ദ് പട്വർദ്ധൻ്റെ രാം കെ നാമിന് എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അത് JNU പോലുള്ള ക്യാമ്പസുകളിലല്ല ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ABVPയുടെ ആളുകൾ കയറി അടിച്ചു പൊട്ടിക്കുകയും അക്രമം കാണിക്കുകയും കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിൽ പ്രകടനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തത് പ്രദർശിപ്പിക്കുക? അത് ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറഞ്ഞ് അത് പിന്നെ BBC എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഡോക്യുമെൻ്ററികളൊക്കെ എന്തിനാണ് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അംശം കടന്നു വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പം ഇന്നലെ 2-3 നാഷണൽ TV ചാനലിലെ ചർച്ചകൾ ഞാൻ പോയിരുന്നു. മുമ്പ് വളരെ അറ്റാക്കിംഗ് ആയിട്ട് വൺ സൈഡഡ് ആയിട്ട് BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ചാനലുകളും അവരുടെ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. കാരണം ദേ റിയലൈസ് അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. ആസ് എ സൈക്കോളജിസ്റ്റ്, ആസ് എ സെഫോളജിസ്റ്റ് ആൻഡ് ആസ് എ കോമൺ മാൻ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ മുന്നേറ്റമൊന്നും BJPക്ക് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല, സൗത്ത് ഇന്ത്യയിൽ ഒട്ടുമേ പറ്റില്ല. അതുകൊണ്ട് തന്നെ അധികാരം കൈപ്പിടിയിൽ പോകും എന്നുള്ളത് കൊണ്ട് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ സ്റ്റാൻഡ് തന്നെയാണ് CAA-ക്കെതിരെ. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും കേരളത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര നിയമം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിനെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കും? അങ്ങനെ ഒരു നിയമം ഇപ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ അതൊരു വിരോധാഭാസമാണെന്നെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്കെതിരെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ചെറുപ്പക്കാരും യുവജനങ്ങളും പിന്നെ കർഷകരും എല്ലാ ജനസാമാന്യവും ഇതിനൊക്കെതിരെ സമരത്തിൽ തെരുവിലിറങ്ങുന്നതാണ്. കർഷക ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് സമീപ സാഹചര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കയറി അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ CAA എന്ന് പറയുന്ന ഞാനിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അബുദാബിയിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യമേ ഒരു ട്രാൻസിറ്റ് ദോഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നു. അവിടെ വെച്ചിട്ട് അവിടുത്തെ എയർപോർട്ടിൽ എന്നോട് ചോദിച്ചത് ഹിന്ദി, അതായത് ഇന്ത്യക്കാരനാണോ
പാകിസ്ഥാനി ആണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കൂ, ബംഗ്ലാദേശി ആണെങ്കിൽ അങ്ങോട്ട്. അല്ലാതെ ഞാൻ ഹിന്ദു ആണോ എന്ന് ആരും ചോദിച്ചില്ല, ഹിന്ദി ആണോ എന്ന് മാത്രമേ ജയരാജ്, ഇവിടെ ഈ പൗരത്വ നിയമ ഭേദഗതി മത അടിസ്ഥാനത്തിൽ ചർച്ചയാക്കുന്ന ആരാണ്? ജില്ലകൾ തോറും നടന്ന ഈ വിഷയത്തിനെതിരെ സംസാരിക്കുന്ന, ഇത് മത ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് സംസാരിക്കുന്ന വേറെ ആരുമല്ല, മുഖ്യമന്ത്രിയാണ്. പിന്നെ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നത്, TP51 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു, പുറത്ത് ലോകം കണ്ടിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ പക്ഷത്തും എപ്പോഴും വൺ സൈഡ് അല്ലല്ലോ ശ്രീ ജയരാജ്. തിയേറ്ററിലൊക്കെ വന്നിരുന്നു, അത് ആരും കാണാതെ ഒന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. തിയേറ്ററിലൊക്കെ വന്നിരുന്നു, TP51 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററിൽ വന്നിരുന്നു, അത് കാണാതെ തിരസ്കരിച്ചതാണ്. കേരള സ്റ്റോറിയും വന്നപ്പോൾ അതുപോലെ തന്നെ 2-3 ദിവസം ഓടി. OTT പ്ലാറ്റ്ഫോമിൽ ആരും കണ്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ്. ഞാനതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ സിനിമ കണ്ടു എന്നല്ലാതെ, ആ സിനിമയിൽ പറയുന്ന 38,000 33,000 അല്ല എന്നൊക്കെ ക്ലെയിം അല്ല, 3 പേരെ പോയിട്ടുള്ളൂ എന്നൊക്കെ പിന്നെ സംവിധായകൻ തന്നെ മാറ്റി പറയുന്നൊരവസ്ഥ ഉണ്ടായി. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, എന്തിൻ്റെങ്കിലും പേരിൻ്റെ അറ്റത്തൊരു ജിഹാദോട് ചേർത്ത് പിടിച്ചിട്ട് ഇസ്ലാമിക് ടെററിസമാണ് ഇവിടെ നടക്കുക. ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ ബാംഗ്ലൂരിലെ സ്ഫോടനം നടത്തിയത് ആരാണെന്നുള്ളത്. നാഷണൽ ഡെയിലീസും നാഷണൽ ചാനലും എല്ലാം ഡിസ്കസ് ചെയ്താണ് മാലേഗാവ് സ്ഫോടനം. ഇങ്ങനെയുള്ളതിനകത്ത് തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും വേറിട്ടൊന്നുമല്ല. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം എല്ലാവരും നടത്തുന്നുണ്ട്. അത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ മാത്രം എയിം ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകളെ എന്തുകൊണ്ടാണ് പാഴ്സിക്ക് വരാം, സിഖുകാരന് വരാം, ഹിന്ദുവിന് വരാം, 2014 മുമ്പ് വന്നവർക്കെല്ലാം പൗരത്വം കൊടുക്കുകയും ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നതാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെപ്പോഴും നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഏകത്വം എന്ന് പറയുന്നത് വൺ ഇന്ത്യ അല്ല, ഏകത്വം എന്ന് പറയുന്നത് വൺ ലാംഗ്വേജ് അല്ല, ഒരു നിയമമല്ല, ഒരു എലക്ഷൻ അല്ല. അതാണ് ആ ഏകത്വത്തിലാണ് പ്രശ്നം. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരു മാലയിൽ വ്യത്യസ്ത കളറിലെ മുത്തുകൾ കോർത്തതുപോലെ ഒരു മാലയായി എങ്ങനെ ഉപയോഗിക്കുക, അതുപോലെ പല വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ്. പല ജാതി മതങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം. താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിച്ച അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എന്നാൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കും, ആ നിലപാടിനോട് ചേർന്ന് പോകുന്നത് തന്നെയല്ലേ? നിലനിൽപ്പിന് വേണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, അത് പ്രൊപ്പഗൻഡയ്ക്ക് വിധേയമാകും. ധാരാളമായ പ്രൊപ്പഗൻഡയ്ക്ക് കോൺഗ്രസ് വിധേയമാകേണ്ട ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വസന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് ഏത് കൊടി ഉപയോഗിക്കണമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്നൊന്നും അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമില്ല. അത് അവരുടെ തീരുമാനമാണ്. അതിപ്പം നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഇന്നത് ഉൾപ്പെടുത്തിയില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് പറയാനല്ലേ പറ്റും. അത് തന്നെയാണ് ശ്രീ ജയരാജ് പറഞ്ഞത്. കേരളത്തിലുടനീളം ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും നിയമസഭയിൽ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇത് പിൻവലിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറയാൻ സാധിക്കാത്തതെന്ന് തന്നെയാണ് ചോദ്യം.